ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഷാമ്പു ഉപയോഗിച്ച മുടി കൊഴിയോ, അത് കണ്ടോണ്ടാണല്ലോ നിങ്ങൾ എന്റെ വീഡിയോ ക്ലിക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് ഷാമ്പു ഉപയോഗിച്ച മുടി കൊഴിയോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. നമ്മുടെ മുടി കൊഴിയുന്നതിന് കുറച്ച് റീസൺസ് ഉണ്ട്. ആ റീസൺസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറയുന്നു, ശരിയായ രീതിയിൽ ഷാമ്പു ഉപയോഗിച്ചാൽ ഒരിക്കലും മുടി കൊഴിയില്ല. നമ്മൾ ശരിയായ രീതിയിൽ തന്നെ ഷാമ്പു ഉപയോഗിക്കണം. ഷാമ്പു നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലെയും അഴുക്കുകൾ മാറി ഹെയറും സ്കാൽപ്പും ക്ലീൻ ആവാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഷാമ്പു ഉപയോഗിക്കുന്നത്. അപ്പം ഇതിനുള്ള കുറച്ച് ഷാമ്പു തെരഞ്ഞെടുക്കുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്പർ 1, ഒന്നാമത്തെ റീസണിലോട്ട് നമുക്ക് പോവാം. ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ഷാമ്പുവിന്റെ പ്രശ്നമാണ്. നമ്മൾ ഒരു ഷാമ്പു വാങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. പാരബൻ, സൾഫേറ്റ് പോലുള്ള കെമിക്കൽസ് ഉള്ള ഷാമ്പൂസ് മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. അങ്ങനെയുള്ള ഷാമ്പൂസ് നമ്മുടെ ഹെയറിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് ഒരു മുടി കൊഴിച്ചിലിന് കാരണമാണ്. അങ്ങനത്തത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനും ഹെയറും അത് ഡാമേജ് വരാൻ നല്ല ഒരു കാരണമാകുന്നുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ സൾഫേറ്റ്, പാരബൻസ് പോലുള്ള കെമിക്കൽസ് ഉള്ള ഷാമ്പൂസ് വാങ്ങാണ്ടിരിക്കുക. വാങ്ങുമ്പോൾ നല്ലതിനെ നോക്കി മേടിക്കുക. ഓക്കെ, നമ്പർ 2 എന്ന് പറഞ്ഞാൽ എല്ലാ ഷാമ്പൂസും എല്ലാവർക്കും ഓക്കെ ആവണമെന്നില്ല. ഇപ്പൊ എനിക്ക് ഓക്കെ ആവണം, എന്റെ ഫ്രണ്ടിന് ഓക്കെ ആവണമെന്നില്ല. ഇപ്പൊ അവർക്ക് ഓക്കെ ആവണം, എനിക്ക് ഓക്കെ ആവണമെന്നില്ല. സംഭവം എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഷാമ്പു വാങ്ങി ട്രൈ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കാൽപ്പിന് ഒരു അലർജി വന്നെന്ന് വെച്ചു, അപ്പൊ അത് നമ്മുടെ ഹെയർ ഫോളിന് കാരണമാവണമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ പെട്ടെന്ന് തന്നെ പോയി കൺസൾട്ട് ചെയ്യാം. അപ്പം അവര് നമുക്ക് പറഞ്ഞു തരും നമ്മളെ സ്കിന്ന് എങ്ങനത്തെയാണ്, നമ്മുടെ സ്കാൽപ്പിന് പറ്റിയത് ഏതാണ്, നമ്മുടെ ഹെയർ ഫോള് പ്രിവെന്റ് ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ള ഒരു ഷാമ്പു അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പൊ അത് നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം, നല്ലൊരു കാര്യമാണ്. നമ്പർ 3, നമ്മുടെ മുടിയിൽ തന്നെ കുറച്ച് ഓയിൽ കണ്ടന്റ് ഉണ്ട്. ശരിക്കും നമ്മളെ നാച്ചുറൽ ഹെയറിൽ തന്നെ ഒരു ഓയിൽ കണ്ടന്റ് ചെറുതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡെയിലി വാഷ് ചെയ്ത് അതിനെ കളയരുത്. അങ്ങനെ കളഞ്ഞാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആവുകയും പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അത് നമ്മുടെ ഹെയർ ഫോളിന് ഒരു കാരണമാവുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി കുളിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുളിക്കാം, പക്ഷെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണത് എന്താണ് വീക്കില് എത്ര 3 ദിവസം അങ്ങനെ വല്ലതും ചെയ്താൽ മതി ഹെയർ വാഷ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീക്കിലി 2 പ്രാവശ്യം ഒക്കെ ചെയ്താൽ മതി ഹെയർ വാഷ് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയില് നിങ്ങൾ ചുമ്മാ കളഞ്ഞ് അതിനെ നശിപ്പിക്കാണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹെയർ ലോസിന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് 3 നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വാങ്ങുമ്പോൾ നല്ല ഷാമ്പു തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇച്ചിരി വില കൂടിയതായാലും നമ്മുടെ തലയിൽ തേക്കണല്ലേ, അപ്പൊ നല്ലത് തന്നെ മേടിച്ച് ഉപയോഗിക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡും ഈ നെല്ലിക്ക പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ഹോം റെമഡീസ് പോലെ ഉലുവയൊക്കെ തലയിലിടുക. അതേപോലെ തന്നെ നമ്മുടെ ഈ പൈസ കൊടുത്ത് വാങ്ങുന്ന ഷാമ്പൂവിനെയും കാട്ടി ഒരു പടി മേടി നിൽക്കുന്നത് എപ്പോഴും നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് ആണ്. നമ്മുടെ താളി പോലുള്ള സംഭവങ്ങളൊക്കെ അരച്ച് തലയിൽ തേക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മുടെ ഹെയർ ഫോളിനെ പ്രിവെന്റ് ചെയ്യും. ഏത് ഷാമ്പു ആണ് നല്ലതെന്ന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാര്യം എന്റെ സ്കാൽപ്പിന് സ്യൂട്ട് ആവണം, നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഷാമ്പു തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്താൽ മതി. പിന്നെ ഷാമ്പു എടുത്തിട്ട് നിങ്ങൾ 1-2 വട്ടം ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ സ്കാൽപ്പിന് അത് സ്യൂട്ടായിട്ടുള്ളതാണോ എന്ന് നോക്കാം. എങ്കിൽ മാത്രമേ നിങ്ങളത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞുള്ള സൾഫേറ്റും പാരബൻസും ഒന്നും ഇല്ലാത്ത ഷാമ്പു തിരഞ്ഞെടുക്കുക. പിന്നെ pH ലെവൽ അറൌണ്ട് ഒരു 5.5 ലെവലായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒന്നേനെ തിരഞ്ഞെടുക്കുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ സ്കാൽപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ തന്നെ നിങ്ങൾ സ്വയം ചികിത്സിക്കാതെ ഡെർമറ്റോളജിസ്റ്റിനെ കൊണ്ടുപോയി കാണിച്ച് അവർ നിങ്ങൾക്ക് അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ പറഞ്ഞു തരും. എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം ഒരു ഫ്ലോ പറഞ്ഞു തരും. അത് അപ്പം നിങ്ങൾ അങ്ങനെ അത് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിലുള്ള ഹോം റെമഡീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ യൂസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു മാറ്റം തന്നെ വരും. അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റും ചെയ്യണം. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.